നമസ്കാരം. ഇന്ന് നമ്മൾ ന്യൂമറോളജിയാണ് നോക്കാൻ പോകുന്നത്. ന്യൂമറോളജിയിൽ 1, 2, 3 ഈ 3 സൈക്കിക് നമ്പറുകളും നമ്മൾ കവർ ചെയ്തു. ഇന്ന് പറയാൻ പോകുന്നത് സൈക്കിക് നമ്പർ 4നെ കുറിച്ചാണ്. അതായത് 4-ാം തീയതി ജനിച്ചവർ, അല്ലെങ്കിൽ 13-ാം തീയതി ജനിച്ചവർ, അല്ലെങ്കിൽ 31-ാം തീയതി ജനിച്ചവർ, അല്ലെങ്കിൽ 22-ാം തീയതി ജനിച്ചവർ. ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സൈക്കിക് നമ്പർ 4നെയാണ്. സൈക്കിക് നമ്പർ 4 റൂൾ ചെയ്യുന്ന പ്ലാനറ്റ് രാഹുവാണ്. അപ്പോൾ രാഹുവിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ നമ്പർ 4ൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാഹു എന്ന് പറഞ്ഞാൽ വളരെ റിബല്യസ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ്. നമുക്കൊരു റിബലായിട്ട് രാഹുവിനെ എടുക്കാം. ഒരു സാധാരണ മുഖ്യധാരയിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് രാഹു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഐഡിയാസ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇവർ ചിന്തിക്കുന്നതും പറയുന്നതൊക്കെ തീർത്തും വ്യത്യസ്തമായിരിക്കും. ഒരു സാധാരണക്കാരൻ അത് കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ലോജിക്കൽ അല്ല എന്ന് പോലും ചിലപ്പോൾ തോന്നും. പക്ഷേ വളരെ നല്ല ഐഡിയാസ് ആയിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പെട്ടെന്ന് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ തോന്നില്ല. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അതായത് വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തിൽ നമുക്ക് 4 കാണാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ സൈക്കിക് നമ്പറോ ഡെസ്റ്റിനി നമ്പറോ 4 ആയിരിക്കും. അതാണ് റവല്യൂഷണറി നമ്പർ എന്നും കൂടി ഇതിന് പറയും, ഈ 4 എന്ന് പറഞ്ഞ നമ്പറിന്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആളുകളാണ്. പ്രാക്ടിക്കലായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന്, അതുപോലെ തന്നെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്ന് കൃത്യമായ ധാരണയുള്ള ആളുകളാണ്. ഇവരുടെ വീട്ടിലായിക്കോട്ടെ ഇവരുടെ ഓഫീസിലായിക്കോട്ടെ കാര്യങ്ങൾ വളരെ കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ട്. വളരെ അനലിറ്റിക്കലായിട്ടുള്ള ആളുകളാണ് ഇവർ. അതായത് ഈ 4 സൈക്കിക് നമ്പർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ ആയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാം ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവർ വർക്ക് ചെയ്യുന്നത് കാണാം. കാര്യം ഇവരുടെ ഒരു അനലിറ്റിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ ആണ്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. കേതു ആണെങ്കിൽ റിസർച്ചിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. രാഹു ആണെങ്കിൽ ഈ അനലൈസ് ചെയ്യുന്നതിൽ ഭയങ്കര കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാനറ്റാണ് ഈ പറയുന്ന രാഹു. അതുപോലെ ഈ 4 സൈക്കിക് നമ്പർ ആയിട്ടുള്ള ആളുകൾ ഇവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഇവരുടെ ഒരു ബ്രെയിൻ ഫുള്ളി ഇൻവോൾവ് ചെയ്യിക്കും. 100% ഇൻവോൾവ് ചെയ്യിക്കും. കാര്യം ഈ 4 എന്ന് പറഞ്ഞ നമ്പർ മൈൻഡ് പ്ലെയിനിൽ വരുന്ന നമ്പറാണെന്ന് ന്യൂമറോസ്കോപ്പ് അറിയാവുന്നവർക്ക് അറിയാം. മുമ്പത്തെ ക്ലാസ്സിലുണ്ടത്. അപ്പോൾ മൈൻഡ് പ്ലെയിനിൽ വരുന്ന കാരണം അവരുടെ ബ്രെയിൻ ഫുള്ളി ഫങ്ഷനിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൊണ്ടാണ് ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഐഡിയകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ലോജിക്ക് വേണം. എല്ലാത്തിൻ്റെയും പിറകിൽ ഒരു ലോജിക്ക് അന്വേഷിക്കുന്നവരാണ് ഇവർ. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം അവരോട് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മൾ ഒരു വിളക്ക് വെക്കാൻ പറയുകയാണ്, കിഴക്കോട്ട് തിരിച്ച് വിളക്ക് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉടനെ തന്നെ ചോദിക്കും, പടിഞ്ഞാറോട്ട് തിരിച്ച് വിളക്ക് വെച്ചാൽ എന്താ കുഴപ്പം? അവർക്ക് അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് അറിയണം. ആ ലോജിക്ക് അറിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുവരെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാത്തിൻ്റെയും പുറകിലൊരു റീസണിങ് ഉണ്ടല്ലോ, അത് ഇവർക്ക് നിർബന്ധമാണ്. അത് മനസ്സിലാക്കിയാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. അതുവരെ അവർ അതിനെ ഒരു റവല്യൂഷണറിയെ പോലെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവരുടെ പ്രത്യേകത. പിന്നെ അതുകൊണ്ട് ഒരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും ഇവർ. മറ്റുള്ളവരുമായിട്ട് ഇവരുടെ ഒപ്പീനിയൻ ഒരു വ്യത്യാസം ഉണ്ടാവും. മറ്റുള്ളവർ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞാലും ഇവരുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ പെട്ടെന്നൊന്നും മാറ്റം വരുത്തില്ല. അവർക്ക് ബോധ്യപ്പെടുന്ന വരെ മറ്റുള്ളവർ പറയുന്നത് തീർച്ചയായും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്പർ തന്നെയാണ്. പക്ഷേ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് മാറ്റണമെങ്കിൽ പാടാണ്. അവർ പറയുന്നത് ശരിയാണെന്നുള്ള തോന്നലുള്ളത് കാരണം. അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, മറ്റുള്ളവർ പറയുന്നത് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനനുസരിച്ച് സ്വയം എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, അത് സ്ഥാപിക്കാൻ വേണ്ടി വളരെ ഹാർഷായിട്ട് ഇവർ സംസാരിക്കും. അപ്പോൾ സൈക്കിക് നമ്പർ 4 ആണെങ്കിൽ അവരുടെ സംസാരം, അവരുടെ ടങ്ക് എന്ന് പറയുന്നത് വളരെ ഷാർപ്പാണ്. നാക്കുകൊണ്ട് ഇവർ നമ്മളെ തോൽപ്പിച്ച് കളയും. അപ്പം അതുകൊണ്ട് ഇവരുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആളുകളാണ്. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ ഇവർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്നത് കാരണം, വളരെ ബോൾഡായിട്ട് ഹാർഷായിട്ടും പറയുന്നത് കാരണം ഇവർക്കൊരു ഫ്രണ്ട് സർക്കിള് കുറവായിരിക്കും. ഇവരൊരു ഐസോലേഷനിലോട്ട് പോകും. പലപ്പോഴും ഇവരുടെ ഫ്രണ്ട്സിന് കൺഫ്യൂഷനായി പോകും. ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ, സത്യത്തിൽ ഇവർക്ക് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും അവർക്ക് കൺഫ്യൂഷനാകും. കാര്യം വളരെ ഹാർഷായിട്ടാണല്ലോ ഇവർ പെരുമാറുന്നത്. പക്ഷേ ഇവർ വളരെ കൈൻഡ് ഹാർട്ടഡ് ആണ്. പക്ഷേ ഇവരുടെ ബേസിക് സ്വഭാവം അതായത് കാരണം ഇവർക്ക് വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഇവരുടെ പോയിന്റ് സ്ഥാപിക്കണം, അത് ശരിയാണ്, അത് അവർ ഹാർഡായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റുപാടുള്ളവർക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ഒരു ഒറ്റപ്പെടലിലേക്ക്, ഒരു ഐസോലേഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെരി ഫ്യൂ ഫ്രണ്ട്സേ ഇവർക്ക് ഉണ്ടാവുള്ളൂ.
അതേസമയം ഇവർ മറ്റുള്ളവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഒരാളെ നമ്മൾ സ്കേപ്പ് ഗോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ഇവരാണ്. അതുപോലെ തന്നെ ഈ റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയില്ലേ, അതായത് വാക്കുകൾക്കിടയിലുള്ള അർത്ഥം ഇവർ വളരെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യും. അങ്ങനെ ഒരു കഴിവും കൂടി ഇവർക്കുണ്ട്. അതായത് ഈ രാഹുവിൻ്റെ കഥ അറിയാവുന്നവർക്കറിയാം. അമൃത് വിതരണം ചെയ്യുമ്പോൾ മഹാവിഷ്ണു എല്ലാവർക്കും തുല്യമായിട്ട് വിഭജിക്കാമെന്ന് പറയുമ്പോൾ അതിൽ സംശയം തോന്നുന്നത് ഈ പറഞ്ഞ രാഹു കേതുക്കളുടെ പൂർവ്വം സുർബാനുവിനാണ് സംശയം തോന്നുന്നത്. അതായത് അവർക്ക് പെട്ടെന്ന് സംശയം തോന്നും. അവർക്ക് ആ ഒരു വാക്കുകൾക്കിടയിലുള്ള കള്ളത്തിനും പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അത് ഇവരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് ഒട്ടും മാനിപ്പുലേഷൻ ഇഷ്ടമല്ല ഇവർക്ക്. അതുപോലെ തന്നെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അവർ അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അവരുടെ കൂട്ടത്തിലുള്ള ആളുകളോട് ഇവർ ഈ ഐഡിയ പങ്കുവയ്ക്കുന്നുണ്ട്. സുർബാനു പങ്കുവയ്ക്കുന്നുണ്ട്, നമുക്ക് വേഷം മാറി അവിടെ പോയി ദേവന്മാരുടെ ഇടയിൽ നിന്നും ആ അമൃത് സ്വീകരിക്കാൻ. അതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയ ആണ്. അത് ദേവന്മാരാരും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവിടെ ഫ്രണ്ട്സുകൾ ആരും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഐഡിയ ജെനുവിനായിട്ട് തോന്നുന്നില്ല. പക്ഷെ ആ ഐഡിയ അദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വംശത്തിന് വേണ്ടിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സ്വന്തം ജീവൻ വരെ ബലി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്പർ 4-ന്റെ പ്രത്യേകതകളാണ്. ആ രാഹുവിൻ്റെ ആ കഥ കൊണ്ട് നമുക്ക് ആ 4-ന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. വളരെ കറേജിയസ് ആയിട്ടുള്ള ആളുകളാണ്. ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് വളരെയധികം ഉണ്ടാവും. രാഹുവിൻ്റെ പ്രത്യേകത ഏതാണ്? പെട്ടെന്നുള്ള ഉയർച്ചയും പെട്ടെന്നുള്ള താഴ്ചയും. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ ഒരുപാടുണ്ടാകും. അവർ ജീവിതത്തിൽ വിജയം കണ്ടെത്തും. പക്ഷെ ആ വിജയം കണ്ടെത്തുന്ന ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്ന മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും അവർ തയ്യാറാണ്. അവരതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആരെയും വേദനിപ്പിക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അവർ കുറച്ച് നേച്ചർ കുറച്ച് ഇതായത് കാരണം, ഒരു റൂഡായത് കാരണം മറ്റുള്ളവർക്ക് അത് വിഷമമായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇവർക്ക് ഈ കാര്യങ്ങൾ ഷുഗർ കോട്ട് ചെയ്ത് പറയാൻ അറിയില്ല. ഒട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറാൻ അറിയില്ല. അതാണൊരു കുഴപ്പം. അതാണ് ഈ ഹാർഷ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇവർ സ്വയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള സാധ്യതയുണ്ട്, എൻ്റെ കൂടെയുള്ളവർക്ക് വിഷമം തോന്നുന്നു, ഇവർ തന്നെ മനസ്സിലാക്കണം. പിന്നെ ഇവരുടെ പ്രത്യേകത, ഇവർ മണി മൈൻഡഡ് ഒന്നുമല്ല. ഇവർക്ക് ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട്. ഒരു പർപ്പസ് എത്തണം, അല്ലെങ്കിൽ ആ പർപ്പസ് നേടണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. അല്ലാണ്ട് ഒരുപാട് പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഇവർക്ക് ഇല്ല. അതിൻ്റെ അർത്ഥം പണത്തിന് വിലയില്ല എന്നല്ല, പണത്തിന് മൂല്യം കൊടുക്കുന്നില്ല എന്നല്ല. പണത്തിനെ വേണ്ട രീതിയിൽ ഇവർ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ പണമല്ല എല്ലാം എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളുകളാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ കേട്ടോ, വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഇവർക്ക് ഭയങ്കര താല്പര്യമാണ്. ഈ രാഹു എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഡിജിറ്റൽ യുഗം മുഴുവൻ രാഹുവാണ്. ഈ AI എന്നൊക്കെ പറയുന്നത് ഫുൾ ഓഫ് രാഹുവാണ്. ഡാറ്റ എന്ന് പറയുന്നത് മെർക്കുറിയും, ഈ AI എന്ന് പറയുന്നത്, അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇന്നത്തെ ഒരു ചുറ്റുപാടുകളുണ്ടല്ലോ, നമ്മുടെ ഈ മൊബൈൽ ഒക്കെ എല്ലാം, മൊബൈൽ, AI, അതെല്ലാം രാഹുവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അൺകൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അറിയാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളുകളാണ്. അതിലൊക്കെ ഇവർ വളരെ സക്സസ് ആയിട്ടുള്ള ആളുകളുമാണ്. ഇവർക്ക് എല്ലാത്തിൻ്റെയും ആൻസർ അറിയാം. അതാണ് ഇവർ വേറൊരു പ്രത്യേകത. ഇവരോട് നമ്മളൊരു കാര്യം, പൊതുവെ എല്ലാത്തിൻ്റെയും ആൻസർ ആഗ്രഹിക്കുന്നവരാണ്, അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവർക്ക് എല്ലാത്തിൻ്റെ ആൻസറും അറിയാം. ഇവരോട് നമുക്ക് ഒരു ഡിബേറ്റിൽ ഇവരൊരിക്കലും ജയിക്കാൻ സാധിക്കില്ല, ഒരു കാരണവശാലും തോൽപ്പിക്കാൻ സാധിക്കില്ല. കാര്യം ഇവരുമായിട്ട് നമ്മളൊരു തർക്കം കൊണ്ടുവരികയാണെങ്കിൽ ഇവർക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് ആണല്ലോ. ഇവരുടെ തോട്ട് പാറ്റേൺ പോകുന്നത് വളരെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ്. അപ്പോൾ ഇവർ പറയുന്ന ചില മറുപടികളുണ്ട്. ഈ ഒരു ഡിബേറ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു മറുപടി ഇവർ പറഞ്ഞു കഴിയുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ അന്തം വിട്ടു പോകും. അയാൾ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പം തോന്നും, ഇയാൾ പറയുന്നത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതുവരെ കേൾക്കാത്ത ഐഡിയാസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ, തോട്ട്സൊക്കെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു ഡിബേറ്റിലൊന്നും, ഒരു തർക്കത്തിലൊന്നും ഇവരെ ഒരിക്കലും പരാജയപ്പെടുത്താൻ പറ്റില്ല. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടാണല്ലോ പ്രസൻറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവരൊരു 1, നമ്പർ 1, 6, 7 ഈ നമ്പറുകളൊക്കെ ആയിട്ട് ഇവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാര്യം മറ്റുള്ളവർക്ക് ഇവർ പറയുന്നത് പെട്ടെന്ന് അങ്ങ് ഡൈജസ്റ്റ് ആവില്ല, ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമ്പർ 2, നമ്പർ 5 ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്പറുകളാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്ത് പോകാൻ സാധിക്കും. പക്ഷെ 4 എന്ന് പറയുന്ന നമ്പറും, അതായത് ഇവർ നമ്പർ 4 പക്ഷെ മറ്റൊരു 4കാരനോടോ മറ്റൊരു 8കാരനോടോ 8 സൈക്കിക് നമ്പർ വരുന്ന ആളുകളോടോ ഇവർക്ക് അത്ര പൊരുത്തപ്പെടാൻ പറ്റില്ല. ഒരു ടെമ്പററി റിലേഷൻഷിപ്പ് കൊള്ളാം, പക്ഷെ ലോങ് ടേം റിലേഷൻഷിപ്പ്, അത് ബിസിനസ് ആയാലും ഫാമിലി ഒക്കെ ആയാലും, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് 4കാരുമായിട്ടോ 8കാരുമായിട്ടോ ഓടിച്ചുകൊണ്ട് പോകാൻ 4കാർക്ക് കഴിയില്ലെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്, ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച് വിജയത്തിലോട്ട് വരുന്ന ആളുകളൊക്കെ തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക,
അതുപോലെ തന്നെ ഹാർഷായിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് നല്ല സമയം എന്ന് പറയുന്നത് ഒരു മാർച്ച് 20 തൊട്ട് ഏപ്രിൽ 20 വരെ ഇവർക്ക് ഒരു നല്ല സമയങ്ങളാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും ഓവറോൾ എല്ലാ കാര്യങ്ങൾക്കും നല്ല സമയമാണ്. അതേപോലെ ജൂലൈ 10 തൊട്ട് ഒരു ഓഗസ്റ്റ് 20 വരെയും വളരെ നല്ല സമയമാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ അത്ര നല്ലതായിട്ട് പറയുന്നില്ല. ആ സമയത്ത് ഇവർക്ക് വളരെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാം, ഒരു നംനെസ് ഉണ്ടാകാം, പൊതുവെ എല്ലാം ഒരു റിവേഴ്സിൽ പോകുന്ന രീതിയായിരിക്കും. കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മുടെ ഒരു തോട്ട്സിലാണ്. കാര്യം ഇത് കൂടുതൽ മൈൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാരണേ, ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്ലാനറ്റ് ആയത് കാരണം ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസാണ് കൂടുതൽ കാണുക. അതുപോലെ തന്നെ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഹു സ്കിന്നിൻ്റെ അലർജി അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ രാഹു റെപ്രസെൻ്റ് ചെയ്യും. അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവർ കളേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബ്ലാക്കും ഗ്രേയും ആണ്. ബ്ലാക്ക് ആൻഡ് ഗ്രേ കളർ രാഹുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളറുകളാണ്. അത് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട്, കർച്ചീഫ് ആയിക്കോട്ടെ, കീ ചെയിൻ ആയിക്കോട്ടെ, വാട്ടർ ബോട്ടിൽ, അതുപോലെ നമ്മുടെ മൊബൈലിൻ്റെ കവർ, സ്ക്രീൻ, എന്താ പറയുക, ആ ഒരു സ്ക്രീൻ ഉണ്ട്, മൊബൈൽ സ്ക്രീൻ, അങ്ങനെ അതൊക്കെ വേണമെങ്കിൽ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഗ്രേ കളർ ആക്കി ഉപയോഗിക്കുന്നത് രാഹുവിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി സഹായിക്കും. ഇതൊക്കെയാണ് ബേസിക്കലി നമ്പർ 4 സൈക്കിക് നമ്പറായിട്ട് വരുന്ന ആളുകളുടെ പ്രത്യേകതകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.